ഹലോ കൂട്ടുകാരെ, ചാത്തൻസ് ഡേ വ്ലോഗിൻ്റെ അടിപൊളി ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ JCB വെറുതെ വന്നതല്ല, നമ്മുടെ ഈ ഫ്ലോട്ടിനെ കിളച്ചുഴുത് മറിച്ച് ഈ മണ്ണിൽ പൊന്നു വിളയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി വന്ന് കിടക്കുന്ന JCB ആണ്. അത് JCBയുടെ ലക്ഷ്യം കൊണ്ട് വന്നതല്ല കേട്ടോ, നമ്മുടെ ലക്ഷ്യം കൊണ്ട് വന്നതാണ്. നമ്മൾക്കാണ് മണ്ണിൽ പൊന്നു വിളയിക്കുക എന്നുള്ള ലക്ഷ്യമുള്ളത്. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ JCBയെ വിളിച്ച് ഇവിടെ വരുത്തിയിരിക്കുന്നത്. നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്ന ഫ്ലോട്ടാണ് ഈ കാണുന്നത്. ഈ ഫ്ലോട്ട് അപ്പടി കാടാണ്. ഈ കാടെന്ന് പറയുന്നത് വെറുതെ കൃഷി ചെയ്യാതിട്ട് വരുത്തിയ കാടല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തപ്പം ചീനിക്കമ്പ് പറിച്ചതിന് ശേഷം ആ ചീനിക്കമ്പ് പറക്കി അടുക്കി മാറ്റാഞ്ഞതിനാൽ വന്ന കാടാണ്. ആ ചീനിക്കമ്പ് തന്നെ അവിടെയൊക്കെ കിടന്ന് കിളിച്ചലച്ച് കിടക്കുകയാണ്. ഒപ്പം നല്ലൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ തൊട്ടാവാടിയും കിളിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഇതാദ്യം ആരെങ്കിലും മനുഷ്യരെ വിളിച്ച് നിർത്തി ചെയ്യിക്കാമെന്നുള്ളൊരു ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ തൊട്ടാവാടിയുടെ ഒരു കൊഴുപ്പും തൊട്ടാവാടിയുടെ ഒരു തഴപ്പും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ തൊട്ടാവാടി ഞങ്ങൾക്ക് പണി തരുമെന്നുള്ളത്. കാരണം മനുഷ്യർക്ക് വന്നിന്ന് കിളയ്ക്കാൻ പറ്റുന്ന രീതിയിലല്ല തൊട്ടാവാടി കിളിച്ചലച്ച് കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ വിളിക്കുക എന്നുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ JCBയെ വിളിച്ചത്. JCB ആകുമ്പം പരാതിയും പരിഭവവും ഒന്നും ഇല്ലല്ലോ. അയ്യോ എൻ്റെ കാലിൽ മുള്ളുകൊണ്ടേ, അയ്യോ എൻ്റെ വീലെ കമ്പ് കൊണ്ടേ എന്നൊന്നും JCB പരാതി പറയത്തില്ലല്ലോ. നേരെ തിരിച്ച് മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഈ തൊട്ടാവാടിയുടെ ഇടയിൽ വന്ന് ഇന്ന് കിളയ്ക്കുകയും കൊത്തിയൊക്കെ ചെയ്തിട്ട് അവസാനം വൈകുന്നേരം അമ്മ പറയാം, അയ്യോ എന്തോ ഒരു തൊട്ടാവാടിയായിരുന്നു, എൻ്റെ കയ്യും കാലും എല്ലാം മുറിഞ്ഞ്, അയ്യോ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് പരാതി കേൾക്കേണ്ടി വരും. അപ്പം നമ്മുടെ JCB നമ്മുടെ കാടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് JCB ഉപയോഗിച്ച് നമ്മുടെ അയ്യം നന്നായിട്ട് കിളയ്ക്കാം. മണ്ണ് നന്നായിട്ട് ഇളകിയെങ്കിൽ മാത്രമേ മരച്ചീനിക്കമ്പ് നടുമ്പോൾ വേര് നന്നായിട്ട് പാഞ്ഞ് ആ വേര് നിറച്ച് മരച്ചീനി കിളിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ JCBക്ക് ഇപ്രാവശ്യം കിളയ്ക്കണമെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ നമ്മുടെ തീരുമാനമായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആളിനെ നിർത്തി കിളപ്പിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ചീനിയെല്ലാം ചേന മോഡലായിരുന്നു. കാരണം മണ്ണ് നന്നായിട്ട് ഇളകിയില്ല. അതുകൊണ്ട് ഇളകിയ ഭാഗത്ത് അത്യാവശ്യം മനുഷ്യൻ നിന്ന് കിളച്ച് കൊത്തിക്കൂട്ടിയ ഭാഗത്ത് മാത്രമായിട്ട് ചീനി വളർന്നു വന്നു. ചീനി നീണ്ടു പോകേണ്ടതിന് പകരം അവിടെ ഉണ്ടായിട്ടിരുന്ന് ചേന പരുവത്തിലായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പം നമ്മുടെ കിള കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഊട്ടി സമയമാണ്. അപ്പം നമ്മൾ നമ്മുടെ ഉണ്ണാനായിട്ടൊരു ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം സ്പെഷ്യലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എങ്കിലും നോർമൽ ഊണ് അവർ കൊണ്ടു തന്നു. ഇനി പുറകാലെ സ്പെഷ്യൽ എത്തുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാനുണ്ട്, അണ്ണനുണ്ട്, ഞങ്ങളുടെ പണിക്കാരനായിട്ടുള്ള അനിയണ്ണനുണ്ട്, പിന്നെ ഞങ്ങളുടെ JCBക്കാരനുണ്ട്. ഞങ്ങൾ ഊട്ടിക്ക് ശേഷവും വീണ്ടും വന്ന് കുറച്ചും കൂടെ ഒരു ഫ്ലോട്ടും കൂടെ കിളയ്ക്കാനുണ്ടായിരുന്നു. അതും കൂടെ കിളച്ചിടുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത് നമ്മൾ JCB കിളച്ചാൽ മാത്രം വൃത്തിയാവത്തില്ല കേട്ടോ. ഇതിനി നമ്മൾ ഇതൊന്ന് തട്ടി നിരത്തിയൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അനിയണ്ണനെയും കൂടെ വിളിച്ചിട്ടുള്ളത്. അണ്ണന് കൈമേലാത്തത് കൊണ്ട് അണ്ണനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ JCB കിളച്ചിടുന്നതൊക്കെ അനിയണ്ണൻ അതിൻ്റെ സൈഡിൽ കൂടെ നിന്ന് തട്ടി നിരത്തി ഇടുന്നുണ്ട്. അപ്പം ഏകദേശം നമ്മുടെ കിളയിലൊക്കെ തീരാറായിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്ലോട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടാപ്പിയേയും കൊണ്ടുവന്ന് ഇന്ന് അവിടെ തന്നെ നമ്മൾ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുരയിടം JCB കിളച്ചതെല്ലാം അനിയണ്ണനാണ് നിന്ന് തട്ടി നിരത്തിയിടുകയാണ്. ഇപ്പോൾ JCB ഏകദേശം കിളച്ച് തീർന്നു കഴിഞ്ഞു. ഇപ്പോൾ അനിയണ്ണൻ മണ്ണെല്ലാം ഇളകിയതും കുന്നും കുഴിയായിട്ട് കിടക്കുന്ന എല്ലാം ലെവലാക്കി ഇടുകയാണ്. എന്നിട്ട് ഇനി അവിടെ തടം കൂട്ടിയിട്ടാണ് നമ്മൾ ചീനിക്കമ്പ് നടുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് 3 മണിയായി. എന്നാൽ ഒരു ചെറുകടിയും ചായ കുടിയും ആകാമെന്ന് കരുതി അങ്ങനെ നമ്മൾ കുറച്ച് കട്ടൻ ചായയും ചേമ്പും ചീനിയൊക്കെ പുഴുങ്ങിയതുമായിട്ട് അടുത്ത് കൂടിയിരിക്കുകയാണ്. അപ്പം ചേമ്പ് അണ്ണൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പം ഞങ്ങളൊരു ചെറിയൊരു പുഴുക്കും മുളക് ഉടച്ചതും കട്ടൻ ചായയൊക്കെ കേട്ട് അടുത്ത് കൂടിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മറ്റൊരു പുരയിടത്തിൽ പോയിട്ട് നമ്മൾ കുറച്ച് ചീനിക്കമ്പ് കൊണ്ടുവന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടുത്തെ ചീനിക്കമ്പിൽ നമ്മൾ സൂക്ഷിച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ചീനിക്കമ്പ് ഈ പ്രാവശ്യം നമുക്ക് നടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മറ്റൊരു പുരയിടത്തിൽ പോയി നമ്മുടെ ഓട്ടോയിൽ കുറച്ച് ചീനിക്കമ്പ് കൊണ്ടുവന്നു. അപ്പം ഇതാണ് ആ പുരയിടം. അപ്പോൾ ആ ചീനിക്കമ്പ് കൊണ്ടുവന്നിട്ട് നമ്മളൊരു ടെക്നിക്കുണ്ട്. അതാണ് ഈ ചീനി നടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ടെക്നിക്ക്. അതായത് ചീനിക്കമ്പ് മുറിച്ച് വച്ചതിന് ശേഷം ചീനിക്കമ്പിൻ്റെ ഏറ്റവും അടിയിലത്തെ കണ്ണിന് ചുറ്റിലുമായിട്ട് ഈ റൗണ്ടിൽ പിച്ചാത്തിക്കൊന്ന് വരഞ്ഞു കൊടുക്കും.
അത് ഹൈടെക് മോഡൽ ചീനിനടിയിലാണ്. ഇത് നമ്മൾ യൂട്യൂബിൽ നിന്ന് കണ്ടു പഠിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് സാമാന്യം നല്ല വിളവാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ചീനി നടുന്ന ആർക്കെങ്കിലും അറിയാൻ വയ്യാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചീനിക്കമ്പ് നടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ ചീനിക്കമ്പിൻ്റെ താഴ്വശത്ത്, അതായത് മണ്ണിൽ പോകുന്ന ഭാഗത്തായിട്ട് നല്ല രീതിയിലൊന്ന് റൗണ്ടിൽ സർക്കിളിലൊന്ന് പിച്ചാത്തിക്ക് വരഞ്ഞതിന് ശേഷം കുഴിച്ചു വയ്ക്കുക. അപ്പം താണ്ടെ നമ്മുടെ ചീനിക്കമ്പെല്ലാം നട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചീനിക്കകത്ത് പൊന്നു വിളയുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. പണ്ടൊരു പഴമൊഴി ഉണ്ടല്ലോ, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്ന്. അപ്പം നമ്മുടെ ആപത്ത് കാലത്ത് നമുക്ക് ഈ ചീനി പറിച്ച് ആവശ്യം പോലെ പുഴുങ്ങി തിന്നാൻ, ബാക്കിയുള്ള വിറ്റ് നമുക്ക് കാശ് മേടിച്ച് അരിയും മേടിച്ച് കഞ്ഞിയും വെച്ച് കുടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ചീനിക്കമ്പ് നട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചീനി നടിയിൽ വീഡിയോ, കൃഷി വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.